എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നാട്ടകം ശ്രീ പൊൻകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വിവാഹം നടന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ തിരുനെറ്റിയിൽ അക്ഷരാർത്ഥത്തിൽ അക്ഷരരൂപിണിയായി മിന്നിത്തിളങ്ങുന്ന പൊൻകുന്നത്ത് കാവിലമ്മ, സുവർണഗിരിവാസിനിയായ അമ്മ, 28 കരകളുടെ അമ്മയായി നാട്ടകത്തമ്മയായി മരുവുന്ന മാതൃഭാവം, കൊടൂരാറിൻ്റെ പുളനങ്ങളെ പുളകച്ചാർത്തണിയിക്കുന്ന പുണ്യായ പൊൻകുന്നത്ത് കാവിലമ്മ, പരിപാവനമായ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നാട്ടകം മറിയപ്പള്ളിയിൽ MC റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാട്ടകത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ശുദ്ധമായ നെയ്യ് മാത്രം ഉപയോഗിച്ച് വിളക്കുകൾ കത്തിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ അതിപ്രധാനമായ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം കുംഭഭരണിയാണ്. എല്ലാ വർഷവും പൊൻകുന്നത്ത് കാവിലമ്മയുടെ തിരുനാൾ ദിനമായ കുംഭമാസത്തിലെ ഭരണി നാളിൽ എണ്ണ അഭിഷേകം, കുംഭകുടം, കാല് കഴുകിച്ചൂട്ട്, ഭരണിയൂട്ട് എന്നിവ വളരെ ഭംഗിയോടെ ആഘോഷത്തോടെ നടന്നുവരുന്നു. അടുത്തത് തിരുവുത്സവം. എല്ലാ വർഷവും മേടമാസം വിഷുദിനത്തിൽ കൊടിയേറി 10-ാമതേ ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നു. തിരുവുത്സവത്തിന് ക്ഷേത്രത്തിനുള്ളിലെ തിരുവുത്സവ ചടങ്ങുകൾ കൂടാതെ 2ാം ഉത്സവ ദിവസം മറിയപ്പള്ളി ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുമുള്ള എഴുന്നള്ളിപ്പ് പൂജയും, 6ാം ഉത്സവ ദിവസം 5ാം പുറപ്പാട്, 9ാം ദിനം പള്ളിവേട്ടയും, 10ാമതേ ദിനം മണിപ്പുഴ ഇളങ്ങാട്ടൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് പുറപ്പാട്. ക്ഷേത്രസന്നിധിയിൽ താലപ്പൊലിയോടും വാദ്യാഘോഷങ്ങളോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എത്തി കൊടിയിറക്ക് നടത്തി വരുന്നു. ഉത്സവ ബലിയുടെ ദർശന പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഉത്സവകാലത്ത് മാത്രം നടത്താൻ സാധിക്കുന്നതും ഉത്സവ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്നതുമായ അതിവിശിഷ്ടമായ ഒരു വൈദിക താന്ത്രിക ചടങ്ങാണ് ഉത്സവബലി. ഉത്സവബലിയിൽ കൂടിയ ഒരു ക്ഷേത്ര ചടങ്ങ് ഉത്സവകാലത്തില്ല. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലിയുടെ ചടങ്ങുകൾ തുടങ്ങുന്നത്. സോപാനത്തിന് മുമ്പിൽ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി വിളക്ക് വെച്ച് ഭദ്രദീപം കൊളുത്തുന്നു. മരപ്പാണി കൊട്ടി ദേവിയുടെ ഭൂതഗണങ്ങളെ ഉണർത്തി തന്ത്രി ദേവീ ചൈതന്യം ശ്രീബലി ബിംബത്തിലേക്ക് ആവാഹിച്ച് ദേവീസ്തുതികളുടെയും ദേവീമന്ത്രങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ മേൽശാന്തി ശ്രീബലിബിംബം എഴുന്നള്ളിച്ച് അഷ്ടദിക്പാലകർക്ക് ഹവിസ് അർപ്പിച്ച് മണിയടിച്ച് ധൂപദീപാദികൾ കാണിച്ച് ദ്വാരപാലകർക്കും ഇന്ദ്രാദി ദേവതകൾക്കും പൂജ കഴിച്ച് ഹവിസ് അർപ്പിക്കുന്നു. തിടപ്പള്ളിയുടെ സമീപത്തായി നെറ്റിപ്പട്ടവും വെഞ്ചാമരവും മുത്തുക്കുടകളും ഒരുക്കി പ്രത്യേകം തയ്യാറാക്കിയ പഴുക്കാമണ്ഡപത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ചിരുത്തിയാണ് ദേവിയുടെ സാന്നിധ്യത്തിൽ സപ്തമാതൃക്കൾക്ക് ഹവിസ് അർപ്പിക്കുന്നത്. ഭൂതഗണങ്ങളെല്ലാം കൂടിച്ചേർന്നാൽ മുതലയുടെ രൂപമാകുമെന്ന സങ്കല്പത്തിൽ ഹവിസ് കൊണ്ട് മുതലയുടെ രൂപം ഉണ്ടാക്കി മാതൃകല്ലിൽ ദേവമാതൃകൾക്ക് ഹവിസ് തൂകിയ ശേഷമാണ് മഹാദീപാരാധന നടത്തുന്നത്. അകത്തെ ബലി കഴിഞ്ഞാൽ പുറത്ത് ബലിക്രിയ നടത്തി ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രപാലകനെ പൂജിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ സുരക്ഷാ മേൽനോട്ടം ക്ഷേത്രപാലൻ്റെ ചുമതലയിലാണ്. ക്ഷേത്രപാലൻ്റെ ബലിയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവിയെ ശ്രീകോവിലിൽ എഴുന്നള്ളിച്ച് കർമ്മബിംബത്തിൽ നിന്നും ചൈതന്യാംശം ആവാഹിച്ച് മൂലബിംബത്തിലേക്ക് ചേർക്കുന്നു. ഉത്സവബലിയുടെ സമയത്ത് 33 ദേവീ ദേവന്മാരും ശ്രീ പൊൻകുന്നത്ത് കാവിൽ എത്തിച്ചേരുമെന്നാണ് സങ്കല്പവും വിശ്വാസവും. സർവൈശ്വര്യവർദ്ധവിനുവിനും ദേവീപ്രീതിക്കും ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും വേണ്ടിയാണ് ഉത്സവബലി എന്ന പുണ്യകർമ്മം നടത്തുന്നത്. ഈ പുണ്യകർമ്മം നടത്തുന്നവരുടെയും ദർശിക്കുന്നവരുടെയും സർവ്വപാപങ്ങളും നശിച്ച് പുണ്യാത്മക്കളായി തീരുമെന്നാണ് വിശ്വാസം. തിരുവുത്സവ ദിനങ്ങളായ ഈ 10 ദിവസവും തിരുവരങ്ങിൽ ക്ഷേത്രകലകളും കലാപരിപാടികളും നടത്തിവരുന്നു. വനദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഉപപ്രതിഷ്ഠകളായി ഗണപതി, നാഗരാജാവ്, സർപ്പപ്രതിഷ്ഠ, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ് എന്നിവരും ഇവിടെയുണ്ട്. മീനമാസത്തിലെ മകം നാളിൽ ധ്വജപ്രതിഷ്ഠാ ദിനവും മിഥുനമാസത്തിലെ ചിത്തിരനാളിൽ പ്രതിഷ്ഠാദിനവും കർക്കിടകത്തിൽ രാമായണ മാസാചരണവും ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയും കന്യമാസത്തിലെ നവരാത്രി മഹോത്സവവും കന്യമാസത്തിലെ ആയില്യനാൾ വിശേഷാൽ ആയില്യം പൂജയും തുലാമാസം ദീപാവലി നാളിൽ ഉദയാസ്തമന പൂജയും ധനുമാസത്തിലെ മണ്ഡലകാലം കളമെഴുത്തും പാട്ടും
ധനുമാസത്തിലെ ഭരണി നാളിൽ ചതുശത മഹാനിവേദ്യവും എല്ലാ മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയും വിശേഷാൽ രാത്രി പൂജയും അന്നദാനവും നടത്തിവരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.